ഗൈസ് വെൽക്കം ബാക്ക്. എമ്പുരാൻ വിവാദമാണ്, എമ്പുരാൻ ഭയങ്കര പ്രശ്നമാണ്, എമ്പുരാൻ സീനാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് എന്നോടൊക്കെ ചോദിച്ചു, നീ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവനാ, നീ എന്താടാ വീഡിയോ ചെയ്യാത്തത്, നിനക്ക് എന്താ പേടിയാണെന്നൊക്കെ എന്നോടൊക്കെ ആൾക്കാർ ചോദിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയെ വിശ്വസിക്കാത്ത ആളായതുകൊണ്ട്, ഞാൻ എല്ലാ സിനിമയും കാണാത്ത ഒരാളായതുകൊണ്ട്, എമ്പുരാൻ കാണാൻ പോയത് പൃഥ്വിരാജ് എന്ന ഡയറക്ടറാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമായതുകൊണ്ടും മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറിനെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. പേഴ്സണലി എനിക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു എബോവ് ആവറേജ് പടമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത്. അതിൻ്റെ മണ്ടയ്ക്കോട്ട് എനിക്ക് പറയാൻ അഭിപ്രായങ്ങൾ. ഒന്നാമത്തെ കാര്യം, രാഷ്ട്രീയ പാർട്ടിയെ ഞാൻ പക്ഷേ ആദ്യത്തെ കുറച്ച് രംഗങ്ങൾ പറയാതിരിക്കാൻ വയ്യ. അതവർ ഇപ്പം പറയുന്ന അറിവ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് മോശമായിട്ടുള്ള രീതിയിലാണ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. കാരണം അതിൻ്റെ ആദ്യത്തെ കുറേ ഭാഗങ്ങൾ കൊടുക്കാതെ അതിൻ്റെ മോശപ്പെട്ട ഭാഗങ്ങൾ മാത്രം കൊടുത്തതായിട്ട് പരാമർശിക്കുന്നുണ്ട്. എനിക്കതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയാത്തതുകൊണ്ട് എനിക്കതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. കാരണം എനിക്കതിനെപ്പറ്റി എന്താ പറയുക, ഒരു കാര്യത്തിനെപ്പറ്റി അറിയാത്ത ഒരാൾ ഇതിനെപ്പറ്റി എന്തോന്ന് സംസാരിക്കാനാണ്. ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയാണ് ഗുജറാത്ത് കലാപവും തീവണ്ടി കത്തിച്ച് എന്തോ ചെറിയ കോൺട്രവേഴ്സി ആദ്യമേ ഉണ്ടായി. പിന്നെ ഹിന്ദുക്കളെ എങ്ങാണ്ട് 51 പേരെ പച്ചയ്ക്ക് കത്തിച്ച് അതിൻ്റെ പ്രതികാരമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അതെല്ലാം എന്തുകൊണ്ട് കാണിക്കാതിരിക്കാം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിയണമെങ്കിൽ എനിക്കതിനെപ്പറ്റി പറയാനുള്ള അറിവോ വിവരവോ ഇല്ല. ഇപ്പോൾ ഞാൻ യാതൊരു രാഷ്ട്രീയ പാർട്ടി, ഇപ്പം കമ്മ്യൂണിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിലും BJP ആണെന്നുണ്ടെങ്കിലും നല്ല കാര്യം ചെയ്യുന്നു, അവരുടെ കൂടെ നിൽക്കണം എന്നൊരാഗ്രഹക്കാരനാണ് ഞാൻ. എൻ്റെ പാർട്ടി, എനിക്കൊരു വ്യക്തിപരമായിട്ടൊരു പാർട്ടി എനിക്ക് വിശ്വാസമില്ല. എല്ലാ അവന്മാരും കള്ളന്മാരാണ്, എല്ലാ അവന്മാരും നല്ലവന്മാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരായാലും കൈയിട്ട് വരും, മിക്കവരും കൈയിട്ട് വരും, അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇവന്മാരൊന്നും യാതൊരു കൂറുമില്ല. പിന്നെ എല്ലാവരും ഇഷ്ടമാണ്, കാണുമ്പോൾ ഹലോ ഹൈ, എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സാണെന്നുള്ള രീതിയിലുള്ള സംസാരം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ കാര്യത്തിന് കലാപം ആക്കണമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അതിനകത്ത് നമുക്ക് അഭിപ്രായം പറയാനുള്ള കാര്യമില്ല. ഇപ്പോൾ ആ സിനിമ കാണാൻ പോയി സിനിമ കണ്ട് തിരിച്ചു വന്നത്, എനിക്ക് അതിനകത്ത് എന്താ പറയുന്നത്, നടന്ന കാര്യമാണോ നടക്കാത്ത കാര്യമാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഹെലികോപ്റ്ററിൽ പോയി, ലാലേട്ടൻ വന്ന് കൈ അടിച്ച് കണ്ട് വീട്ടിൽ വന്ന് കണ്ട് കൊടുത്ത പൈസയ്ക്ക് മുതലാണ്. നല്ല രീതിയിൽ സ്റ്റോറി, നല്ല ലൊക്കേഷനുകൾ, നല്ല സ്ക്രീൻ പ്ലേ കാര്യങ്ങളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട് അതിൻ്റെ റിവ്യൂ ഞാനിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഇത് ഞാനൊരു പാർട്ടിയെ അനുകൂലിക്കാത്തതുകൊണ്ട്, അല്ലെന്നെ പാർട്ടിയെപ്പറ്റി ഒരു ABCD അറിയാത്ത ഒരാളായതുകൊണ്ടായിരിക്കും എനിക്കൊന്നും പേഴ്സണലി ഒന്നും കത്തിയില്ല പാർട്ടി സംബന്ധമായിട്ടുള്ള കാര്യം. പിന്നെ പറയുന്ന ആൾക്കാർ പറയുന്ന വർഗീയപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. മുസ്ലിംസ് കാണിച്ചത് മോശമായി പോയി, ഹിന്ദുക്കൾ കാണിച്ച് എന്തോ, എനിക്കതിനെപ്പറ്റി അറിയത്തില്ല. അറിയാത്ത കാര്യത്തിനെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അറിയാത്ത കാര്യത്തിനെപ്പറ്റി ഞാൻ എന്ത് സംസാരിക്കാനാണ്? അതുകൊണ്ടാണ് ഞാൻ എമ്പുരാൻ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു കോൺട്രവേഴ്സി ഒരു 2 ദിവസം കൊണ്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ, അല്ലെന്നുണ്ടെങ്കിൽ കത്തിയിരിക്കുന്ന സമയത്ത് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യണം, എന്തെങ്കിലും വായിത്ത് ഒന്ന് വിളിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ കാണുമായിരിക്കും. പക്ഷേ എനിക്ക് അറിയത്തില്ല, അറിയാത്ത കാര്യത്തിനെ പറ്റി നമ്മൾ എങ്ങനെ സംസാരിക്കാൻ. ബേസിക്കലി അത്രയേ ഉള്ളൂ.